ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. കർത്താവിന്റെ ബഹുമാനനായ ദേവദാസന കുടുംബം ശേഷം കൂടി വന്നിരിക്കുന്ന ദൈവസഭയിലെ എല്ലാവരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അല്പം എന്താണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ പല ഉത്തരവാദിത്തങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാനുള്ള അവസരം ഞാൻ എങ്ങനെ വേണ്ടുമ്പോൾ വിനിയോഗിച്ചിട്ടില്ല. ദേവദാസൻ പലപ്പോഴും പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അങ്ങനെയാകാം എന്ന് ഞാൻ ദൈവത്തെ ആശ്രയിച്ചു കുറച്ചു. എനിക്കൊരു ദൈവത്തിൽ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. 84-ാമത്തെ സങ്കീർത്തനമാണ് നമുക്ക് ഇന്ന് വായിക്കുവാനും ഇടയായിത്തീരുന്നത്. അതിന്റെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ സാധിക്കും. നമുക്ക് സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് എന്നുള്ളതിന്റെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ സാധിക്കുന്നു. കോരഹപുത്രന്മാർ നമുക്ക് വളരെ പരിചയമുള്ള ഒരു വിഭാഗം സങ്കീർത്തന രചയിതാക്കളാണ് കോരഹപുത്രന്മാർ. നമുക്കറിയാം ദാവീദ്, ആസാഫ്, അങ്ങനെ പലരും സങ്കീർത്തനങ്ങൾ, ധാരാളം സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ തന്നെയാണ് കോരഹപുത്രന്മാർ എന്ന് പറയുന്നത്. ഏകദേശം 11 സങ്കീർത്തനത്തോളം കോരഹപുത്രന്മാരുടേതായിട്ട് നമുക്ക് സങ്കീർത്തനങ്ങൾക്ക് പേരിൽ നിന്ന് കാണുവാനൊക്കെ സാധിക്കുന്നു. കോരഹപുത്രന്മാരുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളതാണ്. സംഖ്യാപുസ്തകത്തിൽ വളരെ വിശദീകരിച്ച ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് പോകുന്നില്ലെങ്കിലും ഒന്ന് പറഞ്ഞു പോകാറുണ്ട്. കോരഹപുത്രന്മാരെ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവരുടെ പിതാക്കന്മാർ ദൈവത്തിന്റെ സന്നയിൽ മോശയോടും അഹ്റോനോടും മത്സരികളായിരുന്നു. സംഭവിച്ചു. അവരെ ഭൂമി വായനകർന്ന് അവരെയും അവരുടെ കുടുംബത്തിന്റെയും കുടുംബത്തിലുള്ള അതിന് ചുറ്റും നിന്ന് എല്ലാവരെയും എന്ത് ചെയ്ത് കളയുന്ന, നിഗ്രഹിച്ച് കളയുന്ന വലിയ ഒരു സംഭവം വിശുദ്ധ വേദോത്സവം സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണാനൊക്കെ സാധിക്കും. എന്നാൽ തന്റെ പിതാക്കന്മാർ മത്സരികളായി മോശയോട് അഹ്റോനോട് തൽഫലമായി ദൈവത്തോട് മത്സരികളായി തീർന്ന വലിയ ദുരന്തം, വലിയ ദുഃഖം, വലിയ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ അതിലൊക്കെ മാറി ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ അഭയം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് കോരഹപുത്രന്മാരെന്ന് ചെയ്യുന്നത് പറയുന്നത്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കും, പിതാക്കന്മാരെ തെറ്റ് ചെയ്തു, പിതാക്കന്മാരുടെ ജീവിതത്തിൽ വലിയ പരാജയം സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് പോകാതെ അതിൽ നിന്ന് മടങ്ങി വന്ന ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ തിരുനിവാസത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ ആലയത്തിലെ വിവിധങ്ങളായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട് കോരഹപുത്രന്മാരെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ കോരങ്ങൾ, ദാരാണി മുതലായ ആളുകളൊക്കെ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ്. ഇവരൊക്കെ അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് എന്ത് ചെയ്തിരുന്നു? ലേവ്യ ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക് ദൈവത്തിന്റെ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഉത്തരവാദിത്തങ്ങളും ദൈവം എന്ത് ചെയ്തിരുന്നു? നിയമിച്ച് നൽകിയിരുന്നു. എന്നാൽ പലപ്പോഴും എന്താണ് കോരക്കിന്റെ ഒക്കെ പ്രശ്നം എന്താണ്? ഞങ്ങൾക്ക് ഇതൊന്നും പോലെ, ഞങ്ങൾക്ക് ഇതൊക്കെ ചെറിയ ജോലികൾ, അല്ലെ? ഞങ്ങൾക്ക് മോശയെ പോലെ അല്ലെ അഹ്റോനെ പോലെയുള്ള ഏറ്റവും ഉയർന്ന പദവികൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, വേണം എന്നുള്ള മത്സരം മത്സരിക്കുകയും അത് ഫലമായിട്ട് ധാരാളം ആളുകൾ ആ മത്സരത്തിൽ അവരോടൊപ്പം ചേരുകയും വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുകയും ചെയ്തു, കടന്നുപോയി. പക്ഷേ കോരഹപുത്രന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ചിന്താഗതിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. നമ്മൾ സംഖ്യാപുസ്തകം തന്നെ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനെ കൊണ്ട് സാധിക്കും, ഇവർ ഈ കോരഹപുത്രന്മാർ പലപ്പോഴും ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയത്തിലെ ചെറിയ ജോലികൾ, വാതിൽക്കാവൽ പോലെയുള്ള അല്ലെങ്കിൽ അവിടുത്തെ മറ്റു ചെറിയ ജോലികളൊക്കെ എന്ത് ചെയ്യുന്ന ആളുകളാണ് നമുക്ക് മനസ്സിലാക്കാനെ കൊണ്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ പോലും നമുക്കറിയാം, നമ്മൾ എന്നും പോകുന്ന ഒരു സ്ഥലം കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ബോറടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? എന്ന് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം കാണുമ്പോൾ, അല്ലെ, എന്ന് നമ്മൾ പോകുന്ന വഴിയെ പോകുമ്പോഴൊക്കെ നമുക്കൊരു ബോറിംഗ് അനുഭവമാണ് പലപ്പോഴും നേരിടുന്നത്. പക്ഷെ കോരഹപുത്രന്മാരെ പറയുന്ന നോക്കി ഈ സങ്കീർത്തനത്തിൽ മുഴുവൻ പറയുന്നത് എന്തിനെ പറ്റിയാണ്? ദൈവമേ, അങ്ങയുടെ തിരുനിവാസം എന്താണ്, എത്രയോ എന്താണ് മനോഹരമാണ്, എത്രയോ ശ്രേഷ്ഠമാണ് അങ്ങയുടെ എന്താണ് തിരുനിവാസം, അങ്ങയുടെ ആലയം, അങ്ങയുടെ പ്രകാരം എത്രയോ എന്താണ്. അവരെന്നും അവിടെ ജോലി ചെയ്യുന്നവരല്ലേ, എന്നും അത് കാണുന്നവരാ. പക്ഷെ കണ്ടിട്ടും അവർക്ക് എന്തുണ്ടാകുന്നില്ല, മടുപ്പുണ്ടാകുന്നില്ല. കാരണം അവർ നിൽക്കുന്നത് എവിടെയാണ്? ദൈവത്തിന്റെ ആലയത്തിലാണ്. ദൈവത്തിന്റെ തേജസ് എന്ത് ചെയ്ത് വരുന്ന, ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ആലയത്തിൽ നിൽക്കുന്ന കോരഹപുത്രന്മാർ പറയുകയാണ്, ദൈവമേ, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അങ്ങയുടെ തിരുനിവാസം അത് എത്ര എന്താണ് മനോഹരമാണ്. അതിന്റെ 4-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും ചേർത്ത് വായിച്ചു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ച് വളരെ വേഗത്തിൽ ഇരിക്കുവാനും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അവരോട് ചേർത്ത് 10-ാമത്തെ വാക്യങ്ങൾ വായിക്കുന്നു, നിന്റെ പ്രകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ ആക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം.
4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നോക്കി, എന്താണ്? നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ആരാകുന്നു? ഭാഗ്യവാന്മാരാകുന്നു എന്ന് ആര് പറയുകയാണ്? കോരഹപുത്രന്മാർ പറയുകയാണ്. അല്ലെ, കോരഹപുത്രന്മാർ എവിടെ താമസിച്ചുകൊണ്ടിരുന്നവരാണ്? കോരഹിന്റെ ദാദാന്റെ അഭിരാമിന്റെയും കൂടെ അവരുടെ വീട്ടിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നവരാണ്? താമസിച്ചുകൊണ്ടിരുന്നവരാണ്. പക്ഷെ അവർ പറയുക, ഞങ്ങൾ ഇപ്പോൾ എവിടെ താമസിക്കുന്നു? ദൈവത്തിന്റെ ആലയത്തിൽ എന്ത് ചെയ്യുന്നു? താമസിക്കുന്നു. ആ ദൈവത്തിന്റെ ആലയത്തിൽ താമസിക്കുന്ന നിമിത്തം ഞങ്ങൾ ആരായിട്ട് മാറിയിരിക്കുന്നു? ഭാഗ്യവാന്മാരായി എന്ത് ചെയ്തിരിക്കുന്നു? മാറിയിരിക്കുന്നു. അല്ലെ, 2-3 കൂട്ടം ഭാഗ്യവാന്മാരെ കുറിച്ച് അതിന് തുടർന്നുള്ള വാക്യങ്ങളൊക്കെ 5-ാം വാക്യത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബലം നിന്നിലുള്ള മനുഷ്യൻ എന്താണ്? ഭാഗ്യവാൻ. ഇങ്ങനെയൊക്കെ അവിടെ പറയുന്നുവെങ്കിലും 4-ാമത്തെ വാക്യം എടുത്തു പറയുകയാണ്, നിന്റെ ആലയത്തിൽ എന്ത് ചെയ്യുന്നവർ? വസിക്കുന്നവർ എന്താണ്? ഭാഗ്യവാന്മാർ. നമുക്കറിയാം, പഴയ നിയമ ചരിത്രത്തിൽ ദൈവത്തിന്റെ ആലയത്തിന് വളരെ സവിശേഷമായിട്ടുള്ള എന്തുണ്ട്? സ്ഥാനമുണ്ട്. അല്ലെ, കാരണം അവർ എന്താണ് ഇസ്രായേലിലേക്കുള്ള യാത്ര, ഇസ്രായേലിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള യാത്രാമധ്യയിൽ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ എനിക്ക് പാർക്കേണ്ടത് നിങ്ങൾ എന്തുണ്ടാക്കണം? ഒരു സമാധാന കൂടാരം എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. അല്ലെ, പിന്നീട് ശലോമോന്റെ കാലത്ത് എന്ത് ചെയ്യുന്നു? ഒരു ദേവാലയം എന്ത് ചെയ്യുന്നു? പണിയുന്നു. പിന്നെ സെരുബാബേലിന്റെ ദേവാലയം, ഇങ്ങനെ പല എന്താണ് സമാഗമന കൂടാരങ്ങളും ദേവാലയങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് എന്നത് പറയുന്നത് അവരുടെ ആലയം എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. അല്ലെ, പുതിയ നിയമത്തിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു ക്രമീകരണങ്ങൾ എന്താണ്? ആലയത്തിന് അങ്ങനെ ഒരു ക്രമീകരണങ്ങൾ ഇല്ല എങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് വരുന്ന ഒരു ആലയം, പ്രാർത്ഥനാലയം എന്നുള്ളത് തീർച്ചയായിട്ടും എന്നുള്ളത് തന്നെയാണ് വളരെ സവിശേഷമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ആര് പറയുന്നത്? കോരഹപുത്രന്മാര് പറയുന്നത്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവരാരാകുന്നു? ഭാഗ്യവാന്മാരാകുന്നു എന്നെന്ത് ചെയ്യുന്നത്? പറയുന്നത്. അല്ലെ, നമുക്കറിയാം, ദാനിയേലിനെ നോക്കുമ്പോൾ നമുക്കറിയാം, ദാനിയേൽ പ്രവാസത്തിലാണ്. അല്ലെ, യെരുശലേമിലല്ല, ദാനിയേൽ പ്രവാസത്തിലാണ്. ദാനിയേൽ കൊട്ടാരത്തിൽ പ്രവാസത്തിൽ താമസിക്കുന്ന സമയത്ത് ദാനിയേൽ എന്ത് ചെയ്യുകയാണ്? മറ്റേ കിളിവാതിലുകളെ യെരുശലേമിന് നേരെ എന്ത് ചെയ്തുകൊണ്ട് തുറന്നിട്ടുകൊണ്ട് എന്ത് ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന അനുഭവം ദാനിയേലിന്റെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? കാണുവാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ ആലയത്തിൽ താമസിച്ച് ഭാഗ്യകരമായ അവസ്ഥയിൽ എന്ത് ചെയ്ത ലഭിച്ച 2 വ്യക്തികളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ 1-ാമത്തെ വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 36-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 2:36. എന്നൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അവൻ കന്യാകാലത്തിന് മുന്നേ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും വളരെ വയസ്സോളമായ ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആരാധന ചെയ്തു. നോക്കി, ഒരു ക്യാരക്ടറിനെ, ഒരു എന്താണ് സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യുകയാണ്? പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം നോക്കി, അവരെപ്പറ്റി പറയുന്നത് എന്താണ്? 84 വർഷം ആരായി മാറിയ സ്ത്രീ, വിധവയായിട്ട് ജീവിക്കേണ്ടി വന്ന ഒരു സ്ത്രീ. അല്ലെ, അവരുടെ ചെറിയ പ്രായത്തിൽ 6-7 വർഷം മാത്രമാണ് അത് പത്രമതിയായിട്ട് എന്ത് ചെയ്യാൻ സാധിച്ചത്? അവർക്ക് ജീവിക്കുവാനെ കൊണ്ട് എന്ത് ചെയ്തത്? സാധിച്ചത്. 84 വർഷം ആരായിരുന്നു? വിധവയായിരുന്നു. വിധവയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ, എന്താ? ഭർത്താവ് എന്ത് ചെയ്ത് പോയി? മരിച്ചുപോയി. അല്ലെ, നമുക്ക് ഇന്നത്തെ കാലത്തെ രീതിയിൽ വിധവ അല്ലെങ്കിൽ വിഡോ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല അല്ലെ. പക്ഷെ അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വിധവ എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിൽ നിന്ന് അവളെ എന്ത് ചെയ്യുന്നവളാണ്? അകറ്റി നിർത്തുന്നവളാണ്. അല്ലെ, മറ്റൊത്തിരി തരത്തിൽ അവളെ എന്തായിട്ട് കാണുന്ന, മോശമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിൽ നിൽക്കുന്ന 84 വർഷം ആരായിട്ട് ജീവിച്ച ഒരു സ്ത്രീ, വിധവയായിട്ട് ജീവിച്ച ഒരു സ്ത്രീ. ഈ സ്ത്രീയാണോ ഭാഗ്യവതി എന്നൊരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുമായിരിക്കും? ചിന്തിക്കുമായിരിക്കും. പക്ഷെ അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തു. ഈ 84 വർഷം അവർ ചെലവഴിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ ആലയത്തിൽ പ്രാർത്ഥന കഴിച്ചും ഉപവാസം കഴിച്ചുമൊക്കെ ദൈവത്തിന്റെ ആലയത്തിലാണ് അവർ എന്ത് ചെയ്യുന്നത്? അവരുടെ 84 വർഷം അവർ എന്ത് ചെയ്യുന്നത്? ചിലവഴിക്കും. അത് നിമിത്തം അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് എന്നുള്ളത് ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. കാരണം ശിമിയോൻ എന്നൊരു പുരോഹിതനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. അല്ലെ, അദ്ദേഹം വളരെ നീതിമാനും സത്യസന്ധനും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അല്ലെ, അദ്ദേഹത്തിനോട് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ വാഗ്ദത്തം? കർത്താവിന്റെ ക്രിസ്തുവിനെ കണ്ടിട്ടല്ലാതെ എന്ത് ചെയ്തില്ല, നിങ്ങൾ മരിക്കയില്ല എന്നുള്ള ഒരു വലിയ വാഗ്ദത്തം ആരോടുണ്ടായിരുന്നു? ശിമിയോനോടുണ്ടായിരുന്നു. അങ്ങനെ യേശു കുഞ്ഞൻ ജനിച്ച സമയത്ത് എന്താണ്? ദേവാലയത്തിൽ കൊണ്ടുപോയി ആ ദേവാലയത്തിൽ ചെയ്യേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുവാൻ വേണ്ടി അവിടെ കൊണ്ടുചെന്നപ്പോൾ ശിമിയോനും അവിടെ എന്ത് ചെയ്തു? ഉണ്ടായിരുന്നു. ശിമിയോൻ കുഞ്ഞിനെ കയ്യിലെടുത്ത് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, ദൈവമേ, നീ ലോകത്തിന് വരുത്തിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണ് എന്ത് ചെയ്തുവല്ലോ? കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോട് വളരെ താല്പര്യത്തോടെ ശിമിയോൻ എന്ത് ചെയ്യുകയാണ്? ദൈവത്തെ വളരെ എന്ത് ചെയ്തു? സ്തുതിച്ചു. ആ നിമിഷത്തിന്റെ സാക്ഷിയാകുവാൻ ദൈവം ആർക്കും അവസരം കൊടുത്തു? ഈ ഹന്ന എന്ന പ്രവാചകയ്ക്ക് ദൈവം എന്ത് ചെയ്തു? അവസരം കൊടുത്തു. അതെന്തുകൊണ്ടാണ്?
ദൈവം അവർക്ക് കൊടുത്ത ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ് അല്ലെ. കാരണം എന്താ, കർത്താവിന്റെ ക്രിസ്തുവിനെ, യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യുവാൻ വേണ്ടി, അവരിലും ഒന്ന് എന്ത് ചെയ്യുവാൻ വേണ്ടി, കാണുവാൻ വേണ്ടി, അവർക്കും ദൈവത്തെ ഒന്ന് എന്ത് ചെയ്യുവാൻ വേണ്ടി, മഹത്വപ്പെടുത്താൻ വേണ്ടി. താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ കാണുന്നുണ്ട് എന്താണ് ആ സദ്വർത്തമാനം കർത്താവിനെ കാത്തിരിക്കുന്ന ആളുകളോടൊന്ന് എന്ത് ചെയ്യുവാൻ വേണ്ടി, പറയുവാൻ വേണ്ടിയുള്ള ഒരു ഭാഗ്യം ആർക്കും ദൈവം കൊടുത്തു. ആർക്കും ദൈവം കൊടുത്തു? ഈ ഹന്ന എന്ന പ്രവാചകയ്ക്ക് എന്ത് ചെയ്തു? കൊടുത്തു. എന്തുകൊണ്ട്? അവർ ദൈവത്തിന്റെ ആലയത്തിൽ എന്ത് ചെയ്ത് പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഒക്കെ അവരുടെ സമയം ചെലവഴിച്ചത് കൊണ്ട് ശിമയോനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ ഒരു അംശം ആർക്കും ലഭിക്കുവാൻ കൊണ്ടിടയായി തീർന്നു, ഹന്നയ്ക്ക് ലഭിക്കുവാൻ കൊണ്ടിടയായി തീർന്നു. അവർക്കും ആ മഹൽ സമയം അല്ലെ, ആ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം, യേശു കർത്താവ് മശിഹ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇസ്രായേൽ മക്കൾ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ എന്ത് ചെയ്തവരാണ്? പ്രതീക്ഷിക്കുന്നത് ആരെ കാണുവാൻ വേണ്ടിയാണ്? മശിഹയെ കാണുവാൻ വേണ്ടിയാണ്. കർത്താവിന്റെ ക്രിസ്തുവിനെ എന്ത് ചെയ്യുവാൻ വേണ്ടിയാണ്? കാണുവാൻ വേണ്ടിയാണ് അല്ലെ. ആ കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുവാൻ കൊണ്ടുള്ള അവസരം ആർക്ക് ദൈവം ഒരുക്കി? ഹന്ന എന്ന് പറയുന്ന പ്രവാചകയ്ക്ക് ദൈവം എന്ത് ചെയ്തു? ഒരുക്കി. ദൈവത്തിന്റെ ആലയത്തിൽ എന്ത് ചെയ്തത് നിമിത്തം? പാർത്തോ നിമിത്തം ദൈവത്തിന്റെ സന്നിധി ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടി എന്താണ് അവരുടെ ആ വൈദഗ്ധ്യത്തിന്റെ സമയം എന്ത് ചെയ്യാതെ, നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ഏതെങ്കിലും എന്താണ് ഫോണിൽ ഒതുങ്ങി കഴിയാതെ എന്ത് ചെയ്ത് ദൈവത്തിന്റെ ആലയത്തിൽ അവർ സമയം ചെലവഴിച്ചത് നിമിത്തം അവരെ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് ദൈവം എന്ത് ചെയ്ത് തന്നെ ചെയ്തു, ഉയർത്തുക തന്നെ ചെയ്തു എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിൽ നിന്നും ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇന്നലെ വൈകിട്ട് ദേവദാസൻ എന്താണ് ഓൺലൈനായിട്ട് മീറ്റിംഗ് നടത്തിയപ്പോൾ ആ വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്തിരുന്നു? പരിചയപ്പെടുത്തിയിരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 ശമൂവേൽ 3:3. ചെന്ന് കിടന്നു. ശമൂവേൽ ബാലനെ പറ്റി നമുക്കറിയാം അല്ലെ. ശമൂവേൽ എന്താണ്? ഇസ്രായേലിന്റെ ചരിത്രത്തെ ഏറ്റവും ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ശമൂവേൽ എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. ഒരേ സമയത്ത് പല ഉത്തരവാദിത്വം അല്ലെ. എന്താണ്? ന്യായാധിപനായിട്ട് നമുക്ക് ആരെ കാണാൻ സാധിക്കുന്നുണ്ട്? ശമൂവേലിനെ കാണുവാനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പുരോഹിതനായിട്ട് ആരെ കാണാൻ സാധിക്കുന്നുണ്ട്? ശമൂവേലിനെ കാണാം അല്ലെ. ദൈവത്തിന്റെ മഹാപ്രവാചകനായിട്ട് ആരെ കാണാൻ സാധിക്കുന്നുണ്ട്? ശമൂവേലിനെ കാണാൻ കൊണ്ട് സാധിക്കും. അങ്ങനെ ദൈവത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾക്ക് ഉപയോഗിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ശമൂവേൽ എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലെ. ശമൂവേലിന്റെ ചരിത്രം നമുക്കറിയാം അല്ലെ. ശമൂവേലിന്റെ അമ്മ ആരായിരുന്നു? ഹന്ന അല്ലെ. നമ്മളിപ്പോ വായിച്ച ഹന്നയൊക്കെ പഴയ നിയമത്തിലെ ഹന്ന അല്ലെ. ഹന്നയ്ക്ക് മക്കളില്ലാതെ അവർ ദൈവത്തോട് അപേക്ഷിച്ച് വാങ്ങിച്ച ഒരു കുഞ്ഞാണ് ആരെന്ന് പറയുന്നത്? ശമൂവേൽ ബാലൻ അല്ലെ. ആ ശമൂവേൽ ബാലൻ അവന്റെ ചെറിയ പ്രായം കഴിഞ്ഞപ്പോൾ അവനെ എന്ത് ചെയ്തു? ദൈവാലയത്തിൽ കൊണ്ട് എന്ത് ചെയ്തു? ഏലി പുരോഹിതന്റെ അരികിൽ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. ആ ദൈവാലയത്തിലാണ് ആര് വളർന്നു വരുന്നത്? ശമൂവേൽ ബാലൻ എന്ത് ചെയ്തു വരുന്നത്? വളർന്നു വരുന്നത്. അവൻ എവിടെ ചെന്ന് കിടന്നു എന്നാണ് പറയുന്നത്? ദൈവത്തിന്റെ പെട്ടകം എന്ത് ചെയ്യുന്ന ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ എന്ത് ചെയ്തു? ചെന്ന് കിടന്നു അല്ലെ. അപ്പൊ നോക്കി അവിടെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ദൈവം ആരെ വിളിക്കുകയാണ്? ശമൂവേലിനെ വിളിക്കുക. ശമൂവേലെ എന്ന് എന്ത് ചെയ്യുന്ന സമയത്ത്, വിളിക്കുന്ന സമയത്ത് എന്താണ് അയാൾ വിചാരിക്കുന്നത്? എന്താ? ഏലി പ്രവാചകനെ എന്ത് ചെയ്യുകയാണ്? വിളിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഏലി പ്രവാചകന്റെ അടുത്ത് ചെന്നു അല്ലെ. അവസാനം ഏലി പ്രവാചകൻ പറഞ്ഞു, പിന്നെ ഞാനല്ല നിന്നെ എന്ത് ചെയ്തത്? വിളിച്ചത്. ഇനി നിന്നെ വിളിക്കുകയാണെങ്കിൽ യഹോവ എന്ത് ചെയ്യണമേ? എന്നോട് അരുളി ചെയ്യണമേ, അടിയൻ ഇതാ എന്ന് എന്ത് ചെയ്യണമേ? പറയണമേ എന്ന് പറഞ്ഞു അല്ലെ. അന്ന് ദൈവത്തിന്റെ ആത്മാവ് ആരോട് സംസാരിക്കുകയാണ്? ശമൂവേലിനോട് എന്ത് ചെയ്യുകയാണ്? സംസാരിക്കുക. നമുക്കറിയാം ഏലി പുരോഹിതന്റെ മക്കൾ അല്ലെ, അവർ ദൈവത്തിന്റെ സന്നിധിയിൽ പാപം ചെയ്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്ന് എന്ത് ചെയ്യുന്ന സമയത്ത് പോയി അല്ലെ. അങ്ങനെ എന്താ ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് അവർ ചെയ്തത് നിമിത്തം ഏലിക്ക് ശേഷം ആ വലിയ സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തിക്കൊണ്ട് വരുന്നത് ആരെയാണ്? ശമൂവേലിനെയാണ് അല്ലെ. ശമൂവേലിനെ കൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾ എന്ത് ചെയ്തു? ചെയ്യിച്ചു. ശമൂവേലിനെ കൊണ്ട് അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ദൈവം എന്ത് ചെയ്തു? ചെയ്യിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ന്യായാധിപനായി, പുരോഹിതനായി, പ്രവാചകനായി ദൈവത്തിന്റെ വലിയ ശുശ്രൂഷ ചെയ്യുവാനെ കൊണ്ട് ആരെ ഉപയോഗിച്ചു? ശമൂവേലിനെ എന്ത് ചെയ്തു? ഉപയോഗിച്ചു അല്ലെ. താൻ മുതൽ ബേർശേബ വരെ ദൈവത്തിന്റെ എന്താ വിശ്വസ്ത പ്രവാചകൻ എന്ന പേർ നേടുവാൻ ആരെ കൊണ്ട് സാധിച്ചു? ശമൂവേലിനെ കൊണ്ട് സാധിച്ചു അല്ലെ. നമുക്കറിയാം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ 1-ാമത്തെ രാജാവ് ശൗൽ, 2-ാമത്തെ രാജാവ് ദാവീദ്, ഇവരെയൊക്കെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് ആരെയാണ്? ശമൂവേൽ പ്രവാചകനെ. അപ്പം അത്രത്തോളം ദൈവത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുവാനെ കൊണ്ട് ദൈവം ആരെ തിരഞ്ഞെടുത്തു?
ശമൂവേലിനെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട്? ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്നിടത്ത് അവൻ എന്ത് ചെയ്യുവാൻ തയ്യാറായി? സമയം ചിലവഴിക്കുവാൻ കൊണ്ട് തയ്യാറായപ്പോൾ അവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ, വലിയ വ്യത്യാസങ്ങളെ ചേർക്കുവാൻ, വലിയ ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. നമുക്കറിയാം, ഇസ്രായേലിന്റെ ചരിത്രം എഴുതുമ്പോൾ ശമൂവേലിന്റെ ചരിത്രം പറയാതെ നമുക്കൊരു ചരിത്രം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൂർത്തിയാക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ ശമൂവേൽ എന്ന ഒരു കൊച്ചു ബാലനായിട്ട് ആ ആലയത്തിൽ വന്നവൻ. അല്ലെ, എലി അത് മഹാപുരോഹിതൻ. അല്ലെ, എലിയുടെ മക്കളുണ്ട്, മറ്റ് പല ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ ഉയർത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള ഒരു പദവിയിലേക്ക് ദൈവം ആരെ ഉയർത്തിക്കൊണ്ട് വന്നു? ശമൂവേലിനെ ഉയർത്തിക്കൊണ്ട് വന്നു. എന്തുകൊണ്ട്? അവന്റെ ക്വാളിറ്റി കൊണ്ടല്ല. അല്ലെ, എന്തുകൊണ്ട്? അവൻ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ, ദൈവത്തിന്റെ ആലയം ഇരിക്കുന്നിടത്ത്, ദൈവത്തിന്റെ പെട്ടകം വരുന്നിടത്ത് എന്ത് ചെയ്തു? ഇരുന്നു. അതേ കാര്യത്തിന് മറ്റൊരു വശവുമുണ്ട്. അല്ലെ, ഈ ദൈവത്തിന്റെ പെട്ടകം വരുന്ന ദൈവത്തിന്റെ ആലയത്തിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ട് വ്യക്തികളായിരുന്നു ആര്? ഏലിയുടെ മക്കൾ. അല്ലെ, അവരെ ദൈവം എന്ത് ചെയ്ത് കളയുകയാണ്? സംഹരിച്ചു കളയുകയാണ് ചെയ്തത്. കാരണം അവർ ദൈവത്തിന്റെ സന്നിധിയിൽ, അല്ലെ, നമുക്കറിയാം ദൈവത്തിന്റെ ആലയത്തിൽ പാർക്കുക എന്നുള്ളതൊന്നും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അല്ലെ, നമുക്ക് പറയുമ്പോൾ ഓക്കെ, ശരി, ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ എന്ത് ചെയ്തുകൊള്ളാം, പാർത്തുകൊള്ളാം, ഞാനും എന്തായിക്കോട്ടെ, ഭാഗ്യവാനായിക്കോട്ടെ, എനിക്കും ഭാഗ്യം എന്ത് ചെയ്തോട്ടെ, ലഭിച്ചോട്ടെ, ഹന്നയെ പോലെ അല്ലെങ്കിൽ ശമൂവേലിനെ പോലെ ഒക്കെ ഞാനും എന്ത് ചെയ്തോട്ടെ, ആയിക്കോട്ടെ എന്നൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ചിന്തിക്കുവാനെ കൊണ്ട് സാധിക്കും. അല്ലെ, 15-ാമത്തെ സങ്കീർത്തനത്തിൽ അതിന്റെ യോഗ്യതകളും സങ്കീർത്തനം മുഴുവനായിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? ദാവീദ് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അല്ലെ, 15-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യഹോവേ, നിന്റെ കൂടാരത്തിൽ പാർക്കുന്നു. ആര് ചോദിക്കുകയാണ്? ദാവീദ് ചോദിക്കുകയാണ്. കാരണം ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പെട്ടകവുമായി ബന്ധപ്പെട്ട് വലിയ ചില പ്രവൃത്തികൾ അദ്ദേഹം കണ്ടതിന് ശേഷം അദ്ദേഹം ഭയത്തോടെ, ഭക്തിയോട്, ഹൃദയനോട് ചോദിക്കുകയാണ്, യഹോവേ, നിന്റെ ആലയത്തിൽ ആർ പാർക്കും. അല്ലെ, അതിന്റെ 2-ാം വാക്യം മുതൽ താപ്പോട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അതിന് വേണ്ടുന്ന യോഗ്യതകളാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അല്ലെ, നിഷ്കളങ്കനായി എന്ത് ചെയ്യണം? നടക്കണം. നീതി എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ഹൃദയപൂർവ്വം സത്യം എന്ത് ചെയ്യണം? സംസാരിക്കണം. ഇങ്ങനെ താഴേക്ക് ആ അവസാനം ഞാനത് വായിച്ച് എന്ത് ചെയ്യാനൊക്കെ മുഴുവൻ വായിക്കുവാനെ കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് വീട്ടിൽ ചെന്നതിന് ശേഷം 15-ാമത്തെ സങ്കീർത്തനം എന്ത് ചെയ്യാം? എടുത്തൊന്ന് വായിക്കുവാനെ കൊണ്ട് സാധിക്കട്ടെ. അല്ലെ, എന്താ ഞാൻ സങ്കീർത്തനക്കാരൻ 84-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവമേ, അങ്ങയുടെ എന്താണ് സന്നിധിയിൽ എന്ത് ചെയ്യുന്നത്? പാർക്കുന്നത്. അല്ലെ, അവരാരാകുന്നു? ഭാഗ്യവാന്മാർ എന്ത് ചെയ്യുന്നു? ആകുന്നു. അല്ലെ, അങ്ങനെ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് ദൈവം ഉയർത്തിയ രണ്ട് വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്തി. ഹന്നയെയും ശമൂവേലിനെയും നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു? പരിചയപ്പെടുത്തി. ഇനിയും അതിന് എന്താണ്? ദൈവത്തിന്റെ സന്നിധിയിൽ പാർക്കണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ പാർത്ത് ഭാഗ്യവാന്മാരാകണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാകും? 15-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അല്ലെ, കാരണം ദാവീദ് അങ്ങനെ പറയാനെ കൊണ്ട്, ഈ സങ്കീർത്തനം എഴുതാനെ കൊണ്ടുള്ള കാരണം എന്താണ്? ദാവീദ് ദൈവത്തിന്റെ പെട്ടകം എന്ത് ചെയ്തുകൊണ്ട്, എടുത്തുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? അത് മറ്റൊരു സ്ഥലത്തിരിക്കുകയായിരുന്നതിനെ യെരൂശലേമിലേക്ക് എന്ത് ചെയ്യുവാൻ വേണ്ടി, കൊണ്ടുവരുവാൻ വേണ്ടി പോവുകയും, അല്ലെ, എന്താണ്? അതൊരു കാളവണ്ടി പുറത്ത് കയറ്റി എന്ത് ചെയ്യുകയാണ്? കൊണ്ടുവരികയാണ്. അല്ലെ, അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അത് കാള എന്ത് വരേണ്ടതോ മറ്റു കാര്യങ്ങളോ പെട്ടകം എന്ത് ചെയ്യുവാനെ കൊണ്ടുപോയി താഴെ വീഴാൻ കൊണ്ട് എന്ത് ചെയ്തു? പോയി. ആ താഴെ വീഴാൻ പോയ പെട്ടകത്തെ ആര് കൈനീട്ടി പിടിച്ചു? ഉസ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? കൈനീട്ടി പിടിച്ചു. അത് താഴെ വീഴാതിരിക്കേണ്ടതിന്. അല്ലെ, പക്ഷെങ്കിൽ ആ പെട്ടകത്തെ തൊട്ട ഉസ എന്ത് ചെയ്തു? ആ നിമിഷം അവിടെ വീണെന്ത് ചെയ്യുകയാണ്? മരിക്കുകയാണ്. അല്ലെ, ദൈവത്തിന്റെ സന്നിധിയിൽ പാർത്താൽ ഒരേ സമയത്ത് എന്താണ്? ഭാഗ്യവുമാണ്, അതേ സമയത്ത് എന്തുമാണ്? നേരാമണ്ണം ചൊവ്വേനേരെ അല്ല പാർക്കുന്നതെങ്കിൽ, ചൊവ്വേനേരമല്ല എന്ത് ചെയ്യുന്നതെങ്കിൽ, ജീവിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? നിഗ്രഹം. അല്ലെ, അനർത്ഥം എന്ത് ചെയ്യുവാനുണ്ട്? സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ലെ, അതുകൊണ്ടാണ് ദാവീദ് ഇത്ര ഇത്യാദി കാര്യങ്ങൾ താഴേക്ക് എന്ത് ചെയ്യുന്നത്? ഇത് കണ്ട് ആരും ഭയന്നു പോയി. ദാവീദ് എന്ത് ചെയ്തു പോയി? ഭയന്നു പോയി. ദാവീദ് എന്ത് ചെയ്തു? ആ പെട്ടകം കൊണ്ടുവന്ന് മറ്റൊരു വീട്ടിൽ, ഏതോ ഒബേദ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? 3 മാസത്തോളം എന്ത് ചെയ്തു? വെച്ചു. അല്ലെ, 3 മാസത്തോളം വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം ആ പെട്ടക നിമിത്തം അവനെ എന്ത് ചെയ്യുവാനെ കൊണ്ട് തുടങ്ങി? അനുഗ്രഹിക്കുവാനെ കൊണ്ട് എന്ത് ചെയ്തു? തുടങ്ങി. ഇത് കണ്ടപ്പോൾ ആർക്ക് മനസ്സിലായി? ദാവീദിന് മനസ്സിലായി എന്താണ്? ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന സ്ഥലം എന്ത് ചെയ്യപ്പെടും? എന്ത് ചെയ്യപ്പെടും? അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ പെട്ടകത്തിന്റെ എന്താണ്? സന്നിധിയിൽ പാർക്കുന്നവൻ എന്ത് ചെയ്യപ്പെടും? അനുഗ്രഹിക്കപ്പെടും. ആരനുഗ്രഹിക്കപ്പെട്ടതുപോലെ? ശമൂവേൽ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, ഓബേദേദോം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ എന്ത് ചെയ്യപ്പെടുക തന്നെ ചെയ്യും? അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. എങ്ങനെയാണെങ്കിൽ? ക്രമപ്രകാരമാണെങ്കിൽ, ചട്ടപ്രകാരമാണെങ്കിൽ, ദൈവത്തിന്റെ വചനപ്രകാരമാണെങ്കിൽ, വിശുദ്ധിയോടുകൂടിയാണെങ്കിൽ, വേർപാടോടുകൂടിയാണെങ്കിൽ എന്ത് ചെയ്യപ്പെടുക തന്നെ ചെയ്യും?
ദൈവം അനുഗ്രഹിക്കുക തന്നെ എന്ത് ചെയ്യും? ഇല്ല എങ്കിൽ ദൈവം എന്ത് ചെയ്യുക തന്നെ ചെയ്യും? ശിക്ഷിക്കുക തന്നെ ചെയ്യും. ആ ഭയം കൊണ്ടാണ് 15-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ എന്ത് ചെയ്യും? പാർക്കും എന്ന് എന്ത് ചെയ്യുന്നത്? ഭയത്തോടുകൂടി എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. അല്ലെ? എനിക്കും ദൈവമക്കളോട് പറയുവാനുള്ള ഒറ്റ കാര്യങ്ങളുള്ളൂ. ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ ആലയം, അല്ലെ, ദൈവത്തിന്റെ നാമം ഇരിക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവിടെ വസിക്കണമെന്നുണ്ടെങ്കിൽ വിശുദ്ധിയുള്ള ദൈവത്തെ വിശുദ്ധിയോടുകൂടി സേവിച്ച് ദൈവത്തിന്റെ നന്മകൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ ഭാഗ്യകരമായുള്ള അവസ്ഥകൾ നേടുവാൻ എല്ലാവർക്കും ദൈവയുടെ ആകട്ടെ. അവസരം ദേവദാസൻ നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവസ്ഥ